നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്നലെ വൈകി നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പുറത്തു വന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷത്തെ കഠിന തടവും 50,000 രൂപ വീതം പിഴയും ആണ് കോടതി വിധിച്ചത്. ഉചിതമായ വിധി എന്ന് തന്നെ പറയാം. കോടതി നടപടികൾ സുതാര്യവും സത്യസന്ധവുമായിരുന്നു. വളരെ കൃത്യമായി പ്രതികളെ കണ്ടെത്തുകയും നിരപരാധികളായി ഒഴിവാക്കുകയും ചെയ്തതായിട്ടാണ് എനിക്ക് വിലയിരുത്താൻ കഴിയുന്നത്. കാരണം ഞാൻ ആരുടെയും പക്ഷത്തല്ല, തെളിവുകളാണ് മുഖ്യം. ഇവിടെ ആരെങ്കിലും നിരപരാധിയായിട്ട് കണ്ടെത്തി കോടതി വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രോസിക്യൂഷൻ്റെ പരാജയമാണ്, സർക്കാരിൻ്റെ പരാജയമാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ്, പോലീസിൻ്റെ പരാജയമാണ്. കാരണം അവർക്കെതിരെയുള്ള തെളിവുകൾ കൃത്യമായിട്ട് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. കഴിവുകെട്ട പോലീസും ആഭ്യന്തര വകുപ്പും പ്രോസിക്യൂഷനുമാണ് ഈ കേസ് നടത്തിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തെളിവുകൾ കൃത്യമായിരുന്നെങ്കിൽ തലനാഴിഴ കീറി പരിശോധിച്ച ഒരു കോടതിയാണ് ഈ കേസിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ണുമടച്ച് പറയാം. കാരണം ആ കോടതി അത്രമേൽ സത്യസന്ധവും സുതാര്യവും ഉറപ്പുള്ളതുമായിരുന്നു. ഒരു കാരണവശാലും ആ കോടതിക്ക് നേരെ വിരൽ ചൂണ്ടാൻ ആർക്കും യാതൊരു അർഹതയുമില്ല എന്ന് ഈ കോടതി നടപടികൾ വളരെ കൃത്യമായി വെളിപ്പെടുത്തുന്നു. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എന്തായാലും ഇവിടെ വളരെ കൃത്യമായി കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, മാധ്യമങ്ങളെക്കുറിച്ചാണ്. ഇനിയെങ്കിലും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ കണ്ണു തുറക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ഏകപക്ഷീയമായിട്ട് ഒരു വശത്തു നിന്നും മാത്രമുള്ളതാകുന്നു. നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയല്ല വേണ്ടത്. സത്യസന്ധമായി വാർത്തകൾ, വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വാർത്തയ്ക്ക് 2 വശമുണ്ടെങ്കിൽ ആ 2 വശവും നിങ്ങൾ പറയണം. അതിലെ വസ്തുതകൾ ഒന്നും വിടാതെ, ഒന്നും ചോർന്നു പോകാതെ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതാണ് മാധ്യമധർമ്മം. മാധ്യമങ്ങൾക്ക് പക്ഷമുണ്ട്. അത് സത്യത്തിൻ്റെ പക്ഷമായിരിക്കണം, അത് വസ്തുതകളുടെ പക്ഷമായിരിക്കണം. അല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന പ്രവണത, അതുപോലെ തന്നെ സെൻസേഷണലാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ, റീച്ച് ഉണ്ടാക്കി നേട്ടം കൊയ്യാനുള്ള ശ്രമം നടത്തരുത്. അത് മാധ്യമങ്ങൾക്ക് ചേർന്നതല്ല, അത് മാധ്യമ പ്രവർത്തനവുമല്ല, അത് PR വർക്കാണ്. ആർക്കൊക്കെയോ വേണ്ടി പേനയുന്തുന്ന അല്ലെങ്കിൽ മൈക്ക് ചലിപ്പിക്കുന്ന, ക്യാമറ ചലിപ്പിക്കുന്ന പ്രവണതയാണത് എന്ന് മടി കൂടാതെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പുനർവിചിന്തനം നടത്തണം. ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു കാലത്ത് വലിയ പദവി ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അത് നിങ്ങളായിട്ട് കളഞ്ഞു കുളിച്ചിരിക്കുകയാണ്. ഇന്ന് വളരെ ദയനീയമായ അവസ്ഥയിലാണ്. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് ഒരു ആക്സിഡന്റ് പറ്റിയാൽ പോലും സന്തോഷിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഇവിടെ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്രമേൽ നമ്മുടെ മാധ്യമ പ്രവർത്തനം അധപ്പതിച്ചിരിക്കുകയാണ്. ഇവിടെ കോടതി വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ നിപുൺ സക്സേന വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി നൽകിയ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ട ഒരു കേസായിരുന്നു. എന്നാൽ അത് കേസിൻ്റെ വിചാരണാ ഘട്ടത്തിൽ പല സന്ദർഭങ്ങളിലും അത് ലംഘിക്കുന്ന കാഴ്ച, മാധ്യമങ്ങൾ അത് ലംഘിക്കുന്ന കാഴ്ച കാണേണ്ടി വന്നു എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് നിസ്സാര കാര്യമല്ല. കോടതിയുടെ അതിരൂക്ഷമായ വിമർശനമാണ്. ഇനിയെങ്കിലും കണ്ണും കാതും തുറന്നു പിടിച്ച് ഇതൊക്കെ കേൾക്കൂ, കാണൂ എന്നാണ് എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്. എന്തായാലും കോടതി നടപടികളെ ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കില്ല. ഇക്കാര്യത്തിൽ കോടതിയെ മോശമായി ചിത്രീകരിച്ചാൽ അതിനെതിരെ നടപടി വരും, കോടതിയലക്ഷ്യ നടപടി വരും. ഇപ്പോൾ നിലവിൽ ഒരു കോടതിയലക്ഷ്യ നടപടിയിലേക്ക് ഒരു കേസ് വന്നിട്ടുണ്ട്. അത് മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ ചർച്ചയുടെ ഭാഗമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഇവിടെ
വളരെ കൃത്യമായിട്ട് കോടതി ഒരു കാര്യം പറഞ്ഞു. വ്യക്തിപരമായി കോടതിക്കെതിരെ വരുന്ന ലേഖനങ്ങളും വാർത്തകളും കോടതി ഒട്ടും തന്നെ വകവയ്ക്കുന്നില്ല, അത് പരിഗണിക്കുന്നില്ല, അതിനെ തള്ളിക്കളയുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ കോടതി നടപടികളെ വളച്ചൊടിച്ചുള്ള റിപ്പോർട്ടിംഗ് ഒരു കാരണവശാലും അനുവദിക്കില്ല. ഇനിയും അത് ചെയ്യാൻ തുനിഞ്ഞാൽ കോടതിയെ അപകീർത്തിപ്പെടുത്തുന്ന വ്യക്തിപരമായുള്ള ആക്രമണങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് ആ കേസ് പരിഗണിച്ച ജഡ്ജി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് കോടതിയുടെ വിധിന്യായത്തിന്റെ ഭാഗമാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. കോടതി പറയുന്നു, കോടതിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിന് തക്ക ശിക്ഷ ലഭിക്കും, അത് നേരിടേണ്ടി വരും എന്ന് കോടതി വ്യക്തമായിട്ട് പറഞ്ഞു. പൊതുസമൂഹത്തിന് വേണ്ടി ആണോ വിധി പറയേണ്ടത്, അതോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാക്ഷിമൊഴികളുടെ വസ്തുതകൾ പരിശോധിച്ച് സാക്ഷിമൊഴികളിലെ വസ്തുതകൾ പരിശോധിച്ച് സത്യം കണ്ടെത്തിയാണോ വിധി പറയേണ്ടത്, അതോ ഒരു കൂട്ടം ആൾക്കാരുടെ താല്പര്യത്തിനനുസരിച്ചാണോ വിധി പറയേണ്ടത്, മാധ്യമങ്ങളുടെ താല്പര്യമാണോ കോടതി സംരക്ഷിക്കേണ്ടത്, അതോ സത്യത്തെയാണോ സംരക്ഷിക്കേണ്ടത് എന്നാണ് ഈ വിധിന്യായത്തിൽ ചോദിക്കുന്നത്. എന്തായാലും മറ്റൊരു കാര്യം കൂടി കോടതി പറഞ്ഞു. കോടതി നടപടികൾ റെക്കോർഡ് ചെയ്യുകയോ അത് കൈമാറ്റം ചെയ്യുകയോ ചെയ്താൽ അതിന് കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും, നടപടി സ്വീകരിക്കും എന്ന് തന്നെ കോടതി ആർജവത്തോടെ പറഞ്ഞിരിക്കുകയാണ്. ഈ കോടതിക്ക് മുന്നിൽ നമോവാകം ചൊല്ലാനേ കഴിയുള്ളൂ. കാരണം മാധ്യമപ്രവർത്തകരുടെ അവരുടെ ധർമ്മം ഒരിക്കൽ കൂടി കടുത്ത ഭാഷയിൽ കോടതി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങൾ തിരുത്തുക. ഈ കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാനും കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഒരു പത്രത്തിന് വേണ്ടി. അന്ന് ഞാൻ ആ പത്രത്തിൻ്റെ റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് നിരവധി കേസുകളുടെ വിധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോടതി മുറിക്കുള്ളിൽ പാലിക്കേണ്ട മര്യാദ, കോടതിക്ക് പുറത്ത് പറയേണ്ടത് എന്തൊക്കെ എന്നൊക്കെ വളരെ നന്നായിട്ട് മനസ്സിലാക്കി തന്നെയാണ് എനിക്ക് മുന്നേ നടന്നു പോയവർ, മുതിർന്ന മാധ്യമ പ്രവർത്തകർ കാണിച്ചു തന്ന വഴി ഞാൻ നന്നായി സ്വീകരിച്ചു. ആ മാർഗനിർദ്ദേശം എൻ്റെ ജീവിതത്തിൽ മുതൽക്കൂട്ടായിട്ടുണ്ട്. റിപ്പോർട്ടിങ്ങിൽ പല സന്ദർഭങ്ങളിലും കൃത്യമായിട്ട് വസ്തുതകൾ റിപ്പോർട്ട് ചെയ്യാൻ, സത്യം റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യവും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും ഓൺലൈൻ മാധ്യമങ്ങളിൽ യൂട്യൂബുകളിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരോട് എൻ്റെ അപേക്ഷയാണ്, നിങ്ങൾ സത്യത്തെ കൈവിടാതിരിക്കുക, നിങ്ങൾ നിഷ്പക്ഷമായി വസ്തുതകളെ റിപ്പോർട്ട് ചെയ്യുക, ആർക്കെങ്കിലും വേണ്ടി സംസാരിക്കരുത്. നമുക്ക് സത്യമാണ് പറയുമ്പോൾ രണ്ട് വശവും പറയുക. കോടതി നടപടികളെ, കോടതിയെ അധിക്ഷേപിക്കാതിരിക്കുക. കോടതികളാണ് ഈ നാട്ടിൽ നമ്മുടെ പ്രത്യക്ഷ ദൈവം എന്ന് കരുതുന്ന ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട്. ആ സമൂഹത്തിന് നേർക്ക് നിങ്ങൾ ഈ പറയുന്നത് പോലെ സംശയത്തിന്റെ ഒരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കരുത്. അത് വലിയ ദോഷം ചെയ്യും. നാളെ നിങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം അത്തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ദയവായി എൻ്റെ പിന്നാലെ വരുന്ന എൻ്റെ കൊച്ചു അനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങളോട് കൂപ്പുകൈകളോടുകൂടി പറയുകയാണ്, കോടതികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ കോടതി നടപടികളെ വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനത്തിലേക്ക് ദയവായി പോകരുത്. സത്യസന്ധമായി വസ്തുതകൾ റിപ്പോർട്ട് ചെയ്യുക, രണ്ടു വശവും പറയുക, നമ്മളൊരു പക്ഷവും പിടിക്കണ്ട. ഇവിടെ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിജീവിതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നതിൽ നമ്മൾ വിജയിച്ചു എന്ന് തന്നെ പറയണം. കോടതി കൃത്യമായി വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന, അതിജീവിതയെ ശക്തിപ്പെടുത്തുന്ന ഒരു വിധിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പരാതികളുള്ളവർക്ക് മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകാം. കൃത്യമായിട്ട് ഇനി മറ്റെന്തെങ്കിലും തെളിവുകൾ പുതുതായിട്ട് ലഭിച്ചാൽ അത് ഹാജരാക്കാനുള്ള നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. ദയവായി അത് പിന്തുടരുക. കോടതികളെ നമ്മുടെ കയ്യിലെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയെ സത്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ആ സത്യങ്ങൾക്ക് നേരെ നമ്മുടെ ഒരു കോടതിയും കണ്ണടക്കില്ല. കാരണം നിയമവാഴ്ച നിലനിൽക്കുന്ന, ധർമ്മം പുലരുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം, ഇന്ത്യ. അതുകൊണ്ട് ഞാൻ ശുഭപ്രതീക്ഷയിലാണ്. ഒരിക്കലും കോടതികളിൽ നിന്ന് മറിച്ചുള്ള അന്യായമായ വിധികൾ ഒരു കാലത്തും ഉണ്ടാകില്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദയവായി മാധ്യമപ്രവർത്തകരെ തിരുത്തുക, മുന്നോട്ട് പോവുക. സത്യം വിജയിക്കട്ടെ. സത്യമേവ ജയതേ.